നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജസ്റ്റ് നമ്മുടെ വീഡിയോയുടെ കമൻറ്റ്സ് റീഡ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് വന്നത്. അപ്പോൾ ഒന്ന് രണ്ട് കമൻറ്റ്സിന് ഞാൻ റിപ്ലൈ കൊടുക്കുകയാണ്. ഫസ്റ്റ് വൺ, 2 ദിവസമായിട്ട് ഞാൻ ചായ കുടിക്കുമ്പോൾ ചവച്ചാണ് കുടിക്കുന്നത്, എന്താ സംഭവം എന്ന് ചോദിച്ചിട്ട് കമൻ്റ് ഉണ്ട്. അത് ബദാം ടീ ആണ്. അപ്പോൾ അതിൽ ഈ ബദാമിൻ്റെ പൊടി ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ഉണ്ടാവും, അതാണ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ബദാം ടീ കുടിക്കുന്നത്. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല ബദാം ടീയുടെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതാണ് ബദാം ടീ. സെക്കൻഡ് വൺ, ചീമയുടെ കാര്യം ചോദിച്ചായിരുന്നു. ചീമ ഓക്കെ ആണ്. അതായത് ഇന്നാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്, നിങ്ങൾ കാണുമ്പോൾ ഇന്നലെ ആയിരുന്നു ചീമയ്ക്ക് ഫൈനൽ ചെക്കപ്പ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് ലേബർ റൂമിൽ വരിക. 23rd ആണ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. 22nd അഡ്മിറ്റ് ആവാനായിട്ട് വരിക, ലേബർ റൂമിലേക്ക് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിനിടയ്ക്ക് എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അപ്പം തന്നെ ലേബർ റൂമിൽ വന്നോളാൻ പറഞ്ഞു. പക്ഷെ ചീമ ഭയങ്കര ടയേർഡാണ്, ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളും എന്നോ നാളെയോ എന്നും പറഞ്ഞിരിക്കുകയാണ്. എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. അപ്പോൾ 23rd ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി 22nd ചെന്നാൽ മതി കേട്ടോ ഹോസ്പിറ്റലിൽ. അതാണ് ചീമയുടെ കാര്യം. പിന്നെന്താണ്, മണക്കാട് നിയർ ബൈ എവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ എന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ഉണ്ടായിരുന്നു. അത് എനിക്ക് അറിയത്തില്ല. ട്രിവാൻഡ്രം സെൻട്രൽ തന്നെയാണല്ലോ, മണക്കാടായിട്ട് റെയിൽവേ സ്റ്റേഷൻ ഇല്ല. ട്രിവാൻഡ്രം സെൻട്രൽ അവിടെ വന്നിട്ട് ഓട്ടോ വിളിച്ചോ ബസ്സിലോ കയറി മണക്കാട് പോകാവുന്നത്. ഓട്ടോയാണ് കുറച്ചുകൂടെ ഇത്. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഇത്രയാണ് കാര്യങ്ങൾ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഇന്നത്തെ വിശേഷം വേറൊന്നുമില്ല. നമുക്കൊരു ലഞ്ച് പ്രിപ്പയർ ചെയ്താലോ? വേറൊന്നുമില്ല, ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാ കേട്ടോ. അപ്പോൾ വേദയ്ക്ക് ചോറൊന്നും ഇഷ്ടമല്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ ചോദിച്ച് മീൻകറിയും കാണും, ചോറ് വേണോ ചപ്പാത്തി വേണോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ചപ്പാത്തി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചപ്പാത്തി മേക്കറിൽ നിന്ന് വീണ്ടും ഞാൻ ചപ്പാത്തി പരീക്ഷിക്കാൻ പോവുകയാണ്. മീൻകറി നല്ല ചൂര, ഞാൻ ചിക്കൻ കറി പോലെ വെച്ച ചൂരക്കറി ഉണ്ട് കേട്ടോ. അത് വീട്ടിൽ അമ്മ എപ്പോഴും വയ്ക്കും. ഞാൻ ചിക്കൻ കറി പോലെ വയ്ക്കും ചൂര മീൻ കറി. അതുപോലെ വേദയ്ക്ക് ചിക്കൻ കറിയല്ലേ ഇഷ്ടം, അതുകൊണ്ട് ചിക്കൻ കറി പോലത്തെ, അത് വേറൊന്നുമില്ല, സാധാരണ മല്ലി മുളക് ഇട്ടില്ലെങ്കിൽ കുറച്ച് ഗരം മസാല കൂടി ഇട്ടിട്ടുണ്ടാക്കുന്ന ഒരു ചിക്കൻ കറി പോലത്തെ മീൻ കറി വച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ന് വീണ്ടും നമ്മുടെ ചപ്പാത്തി മേക്കറിൽ ചപ്പാത്തി ഉണ്ടാക്കി നോക്കാം. കാരണം ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു കേട്ടോ. മുന്നേ ഞാൻ വാങ്ങട്ടോ എന്ന് ചോദിച്ചപ്പം 100% വാങ്ങേണ്ട ഫ്ലോപ്പാണെന്ന് പറയും. പക്ഷേ ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് പലരും അത് മെസ്സേജസ് ഇട്ടായിരുന്നു, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്, അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ എന്തായാലും റിട്ടേൺ അയക്കുന്നില്ല. കാരണം ഞാൻ ഈ ഉദ്ദേശിച്ചത് ഇങ്ങനെ അടച്ചു വെക്കുമ്പോൾ അത് പൊങ്ങി തനിയെ ഇത് തുറന്നു വരുന്നത് വീഡിയോയിൽ കണ്ടു. ആ സംഭവം വരുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ ചപ്പാത്തി നല്ല സോഫ്റ്റാണ്, ഭയങ്കര ഈസിയാണ്. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ റൗണ്ടായി വന്ന് വിന്തൊക്കെ വരുന്നുണ്ട്, നല്ല സോഫ്റ്റായിട്ടൊക്കെ കിട്ടുന്നുണ്ടെന്നുകൊണ്ട് റിട്ടേൺ അയക്കുന്നില്ല. മെനിങ്ങാന്ന് മുഴുവനും ഞാൻ ആ കാറ്റലോഗ് ഇരുന്ന് പഠിച്ചിട്ട് ഇന്ന് വീണ്ടും ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ്. കുറച്ചുകൂടെ ലൂസായിട്ട് ചപ്പാത്തി ഡോ കുഴയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താവും എന്നറിയില്ല, എങ്കിലും കുഴപ്പമില്ല, സോഫ്റ്റ് ചപ്പാത്തി കിട്ടും. ഞാനൊന്ന് വിയർത്ത് കുളിക്കുകയാണ്. മഴക്കാറ് കടന്ന് കറങ്ങുന്നു, മഴയും പെയ്യുന്നില്ല, ചൂടും ആണ്. ഞാൻ പറഞ്ഞ എൻ്റെ ചിക്കൻ കറി പോലത്തെ ചൂര മീൻ കറി, രാവിലെ ചൂര മീൻ കിട്ടി, അതിനിങ്ങനെ കറി വെച്ചേക്കുവാണ്. ഇതാണ് ചപ്പാത്തിയുടെ മാവ്. ഇത് ആക്ച്വലി മറ്റേ ഞാൻ പറഞ്ഞില്ല, റാഗിയും എല്ലാം കൂടിയൊക്കെ മിക്സ് ചെയ്ത് വച്ചിരിക്കുന്നു. ആ ഒരു മാവാണ് ഇത്. നല്ല ഭയങ്കര സോഫ്റ്റായിട്ട് ഞാൻ നനച്ച് വെച്ചേക്കാണ്. ഇനി നമുക്ക് ഉണ്ടാക്കി നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് എനിക്ക് ഇതിൻ്റെ ഡെമോ വരെ എടുത്ത് അയച്ചു തന്നു കേട്ടോ, എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഉള്ള. നല്ല ലൂസായിട്ടാണ് മാവ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ലൂസാക്കിയ ദോശമാവ് കണക്കായി പോവും. പിന്നെ എന്തോ പറയുന്നത്, കുറച്ച് വലിയ ബോളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അന്ന് ഇനി ചെറിയ ബോളായതുകൊണ്ടാണോ എന്ന് അറിയില്ലല്ലോ. ഇതിൽ ആ റെഡ് ലൈറ്റ് ഓഫായിട്ട് വേണം വയ്ക്കാൻ കൊടുത്തിട്ടുള്ളത്. ഇത് വേദയ്ക്ക് മാത്രം മതി കേട്ടോ. ഞാൻ സാലഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ വേദയ്ക്ക് മാത്രം മതി ചപ്പാത്തി. വേദ വന്നു, ഡ്രസ്സ് മാറാനായിട്ട് മുകളിൽ പോയി, ഇതുവരെ ഇറങ്ങി വന്നില്ല. എൻ്റെ റെഡ് ലൈറ്റ് ഓഫായിട്ടുണ്ട്. കുറച്ച് പൊടി ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ അത് ഇരിക്കത്തില്ല. ഒരാൾ പറഞ്ഞു ഇങ്ങനെ ഡസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു, പക്ഷേ ഇതിലിരിക്കുന്നില്ല. ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ ഇതിലിരിക്കുന്നുള്ളൂ. ദൈവമേ, സക്സസ് ആവണേ കൃഷ്ണ. ഒരുവരപ്പാ. യെസ്, ഇത് കാറ്റലോഗിൽ കിടന്നത് ഇങ്ങനെ തന്നെ വച്ചിരിക്കുക. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ബബിൾസ് വന്ന ശേഷം മൂടി വയ്ക്കുമ്പോൾ പൊങ്ങി വരും എന്നാണ് അതിലവർ പറയുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
ഇങ്ങനെ ഇട്ടിട്ട് ബബിൾസ് വരും. ബബിൾസ് വരുമ്പോൾ ജസ്റ്റ് ക്ലോസ് ചെയ്താൽ അത് പൊങ്ങി വരുമെന്നാണ് ആ കാറ്റലോഗിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷെ നല്ല ഷേപ്പിലൊക്കെ വന്നിട്ടുണ്ടേ. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു ഇങ്ങനെ ഒന്ന് ഹീറ്റായിട്ട് നമ്മൾ ഡയറക്റ്റ് ചട്ടിയിൽ ചപ്പാത്തി തവയിലിട്ട് കൊടുത്താൽ നല്ല ചപ്പാത്തി കിട്ടുമെന്നേ. അത് പാടല്ലേ, ഇനി ഇതിൽ നിന്ന് എടുത്ത് അതിലിട്ട് അതിൽ നിന്ന് എടുത്ത് ഇതിലിട്ട്. ഇത് കുറച്ച് ബോൾ വലുതായി പോകുന്നു, ഭയങ്കര വലിയ റൊട്ടിയായിട്ടിരിക്കുന്നു. ബബിൾസ് ഒന്നും വരുന്നില്ല. ഇപ്പം ബബിൾസ് വന്നു തുടങ്ങി. തിരിച്ചിട്ട് ബബിൾസ് വരുന്നു നോക്കട്ടെ. ബബിൾസ് വരുന്നുണ്ട്. ഇനി നമുക്ക് ക്ലോസ് ചെയ്ത് നോക്കാവേ. പൊങ്ങി വരും എന്നാണ് അതിലവർ പറയുന്നത്. ട്രൈ ചെയ്ത് നോക്കാം. പ്ലേറ്റ് ഇടാ, വേദ വന്നു. പൊങ്ങി വരുന്നില്ല. ഇത് മറ്റേ എല്ലാം മിക്സും കൂടെ ചെയ്തേടാ, റാഗി എല്ലാം കൂടെ ഉള്ളത്. വേദയുടെ മുഖം പോണത്. ഞാൻ ആ ബോളിലൊന്ന് ചെറുതാക്കി നോക്കാം. പൊങ്ങിയൊന്നും വന്നില്ല. എന്തായാലും റൊട്ടി നല്ല സോഫ്റ്റായിട്ട് കിട്ടി. പക്ഷെ കുറച്ച് കനം കൂടിപ്പോയി, ചൂട്. കുറച്ച് മാവ് ഞാൻ അതിൽ നിന്ന് മാറ്റിയേ. വലിയ ബോളായിപ്പോയി നേരത്തത്. കുറച്ചുകൂടെ ചെറുതായിട്ട് ഉണ്ടാക്കി വെക്കാം. ഷേപ്പൊക്കെ വന്ന കേട്ടോ. കുഴപ്പമില്ല. ഇപ്പം കറക്റ്റ് സൈസിന് വന്നു. ഒട്ടിപ്പിടിച്ച ഇത് നല്ലതാ കണ്ടോ, നല്ല സോഫ്റ്റായിട്ടൊക്കെ വന്നു. ആക്ച്വലി അത് പൊങ്ങുന്നുണ്ട് കണ്ടോ, പക്ഷേ ഈ പൊങ്ങി തള്ളി വരുന്നില്ല. ഇത് തനിയെ ഇങ്ങനെ വരും. വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഈ AC ഇട്ടേക്കണ നമ്മുടെ AC അയ്യോ എന്തൊക്കെ കാണിക്കുന്നു ദൈവമേ. പുറത്ത് തള്ളി വന്നല്ലോ. റൊട്ടി കൊള്ളാം. ചപ്പാത്തി എന്ന് പറയാൻ പറ്റില്ല, റൊട്ടി എന്ന് പറയാം. വേദ ഈ കറി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഞാൻ വേദ ടേസ്റ്റ് ചെയ്തിട്ട് പറയില്ലേ. കറിയും ചിക്കൻ കറി പോലെ ഉണ്ട്. വേദ കഴിച്ചിട്ട് പറയും. വേദയ്ക്ക് ഇഷ്ടപ്പെടില്ല, അത് വേറെ കാര്യം. മീൻ്റെ പീസ് കൂടെ വെച്ച് കഴിക്കും. ചിക്കൻ കറി പോലെ ഇല്ലേ, പക്ഷെ മീനിൻ്റെ ടേസ്റ്റ് അല്ലേ. ചിക്കൻ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ചപ്പാത്തി എങ്ങനെയുണ്ട്? അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് നമ്മൾ വേദയും കൊണ്ട് ട്യൂഷന് പോയിട്ടുണ്ട്. ഇനി വേദയ്ക്ക് 2 എക്സാമേ ഉള്ളൂ. രണ്ടും ടഫായിട്ടുള്ള എക്സാമാണ് കേട്ടോ, മാത്സും സയൻസും. അപ്പോൾ ഇനി എക്സാം കഴിയുന്നവരെ വേദയ്ക്ക് ട്യൂഷൻ ഉണ്ടാവും. മാത്സിനും സയൻസിനും ആണ് നമ്മൾ സ്പെഷ്യൽ ട്യൂഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ലാസ്റ്റാണ് ആ 2 എക്സാം. അതുകൊണ്ട് ലാസ്റ്റ് വരെയും വേദയ്ക്ക് ട്യൂഷനുണ്ട്. അപ്പോൾ വേദ ട്യൂഷനാക്കിയിട്ട് ഞാൻ വെട്ടുകാട് ചർച്ചിലൊക്കെ വന്ന് ഒന്ന് കറങ്ങാമെന്നും പറഞ്ഞ് സ്മാർട്ട് ബസ്സാറിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഫോണിൽ തോണ്ടി ഫോണ് കയ്യിൽ വെച്ചിട്ട് സ്കൂട്ടറിൻ്റെ കീ എടുത്ത് അതിനകത്ത് വെച്ചങ്ങ് ക്ലോസ് ചെയ്തു. ആ നോക്ക് ശബ്ദം കേട്ടതും ഞാൻ മനസ്സിലാക്കി, ദൈവമേ കീ അതിനകത്തായല്ലോ, ഇനി എന്ത് ചെയ്യും. ഞാൻ ആകെ ടെൻഷനായിട്ടും, ദൈവമേ ഇനി വീട്ടിൽ പോയാലേ സ്പെയർ കീ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി താഴെങ്ങാനും വീണതാണോ എന്ന് കരുതി താഴെയൊക്കെ ചുമ്മാതെ ഒന്ന് തപ്പി നോക്കി കേട്ടോ, താഴെ എങ്ങുമില്ല. ഫസ്റ്റ് ഞാൻ എയ്തറിൽ വിളിച്ചു, അവിടുത്തെ സർവീസ് സെൻറ്റർ വിളിച്ചു, ഒരു രക്ഷയില്ല. അവർ പറഞ്ഞു ഒന്നുകിൽ സ്കൂട്ടർ അവിടെ എത്തിക്കുക, അല്ലെങ്കിൽ സ്പെയർ കീ ഓപ്പൺ ചെയ്യുക, അല്ലാതെ വേറൊരു പരിപാടിയില്ല. ഞാൻ പറഞ്ഞു സ്കൂട്ടർ കീ ഇല്ലാതെ ഞാൻ എങ്ങനെ സ്കൂട്ടർ അവിടെ എത്തിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അവർക്ക് റോഡ് സൈഡ് സർവീസ് അവൈലബിൾ ആണ്,
അവർ വന്ന് പിക്ക് ചെയ്യും, വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഞാനങ്ങ് ആകെ പോസ്റ്റായി. ഞാൻ ശരിക്കും പറഞ്ഞ് അങ്ങോട്ടേക്ക് വന്നത് എയർടെൽ സിമ്മാണ് എൻ്റെ കിടക്കുന്നത്. അതിനെ മാറ്റി VI ആക്കാനായിട്ട് പോർട്ട് ചെയ്യാനായിട്ട് വന്നതാണ് കേട്ടോ. എന്നിട്ട് അവിടെ ആളില്ലാത്തതുകൊണ്ടാണ് സ്മാർട്ട് ബസാറിലേക്ക് വന്നത്. സ്മാർട്ട് ബസാറിൽ വന്നപ്പോഴാണ് ഈ സംഭവം സംഭവിച്ചത്. എന്നിട്ട് ഞാൻ ഏട്ടനെ വിളിച്ചു. ഏട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, ഏട്ടാ കീ ഇങ്ങനെ അകത്തായി പോയി. പാവം ഏട്ടൻ പറഞ്ഞു, ആ ശരി അവിടെ നിൽക്കുക, ഞാൻ പോയി കീ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. ഭാഗ്യത്തിനൊരു സ്പെയർ കീ, വീടിൻ്റെ കീ ഏട്ടൻ്റെ ഉണ്ടായിരുന്നത് കൊണ്ട് വീട് ഓപ്പൺ ചെയ്തു. ഈ കീയുടെ ഒപ്പമാണ് വീടിൻ്റെ കീയും ഇട്ടിട്ടുള്ളത്. ഏട്ടൻ ഓൾറെഡി ഒരു സ്പെയർ കീ വച്ചിരുന്നത് കൊണ്ട് വീട്ടിനകത്ത് കയറാൻ പറ്റില്ലെങ്കിൽ ഏട്ടൻ വന്ന് എന്നെ ഇട്ടയത്ത് പോയി അമ്മയുടെ ഒരു സ്പെയർ കീ ഉണ്ട്, അമ്മയുടെ നിന്ന് സ്പെയർ കീ വാങ്ങി നമ്മുടെ വീട് തുറന്ന് ഈ സ്കൂട്ടറിൻ്റെ സ്പെയർ കീ എടുത്ത് വരണമായിരുന്നു. ഭാഗ്യം ഏട്ടൻ്റെ ഒരു സ്പെയർ കീ ഉണ്ടായിരുന്നത് കൊണ്ട് ഏട്ടൻ ഡയറക്റ്റ് വീട്ടിൽ പോയി നമ്മുടെ വീട് തുറന്നിട്ട് ഈ സ്കൂട്ടറിൻ്റെ സ്പെയർ കീ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. എനിക്ക് പറഞ്ഞാൽ ഞാനിത് എപ്പോഴും ആലോചിക്കും, ഇതുപോലെ കീ ഇതിനകത്ത് വെച്ച് ലോക്കായി പോയാൽ എന്ത് ചെയ്യുമെന്നിങ്ങനെ ആലോചിക്കും. ഇന്നലെ സെയിം സംഭവം സംഭവിക്കാൻ പോയിട്ട് പെട്ടെന്ന് ഞാൻ ആ കീ എടുത്തു. ഇത് ഞാൻ ഫോണിൽ കുത്തി നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഓർമ്മിച്ചില്ല, കീ അതിനകത്ത് വെച്ച് ലോക്ക് ചെയ്തിട്ടാണ് ഞാൻ പെട്ടെന്ന് കീ നോക്കിയപ്പോൾ കീ കണ്ടില്ല. ഇതുപോലുള്ള അബദ്ധങ്ങൾ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? മിക്കവാറും കീ വച്ചിട്ട് പോവലാണ് പണി. ഇതിപ്പോൾ കീ അകത്ത് വയ്ക്കുന്നത് ഇതാദ്യമായിട്ടാണ്. പക്ഷെ പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു എന്ത് ചെയ്യുന്നു. ഇപ്പം മനസ്സിലായി അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളത്. ഏട്ടൻ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അവിടെ പോയി കീ എല്ലാം എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നിൽക്കുക കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ആൾ തിരിഞ്ഞ് അങ്ങോട്ടേക്ക് നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ പോയി കീ എല്ലാം വാങ്ങിച്ച് ഇതിനങ്ങ് ഓൺ ചെയ്തു. എന്നിട്ട് അത് തുറന്ന് നോക്കുകയാണ് അതിനകത്ത് തന്നെ കീ ഉണ്ടോയെന്ന്. കാരണം അതിനകത്ത് തന്നെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ. അങ്ങനെ കീ കിട്ടിയിട്ടുണ്ട്. പിന്നെ സിമ്മ് പോർട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ എൻ്റെ സിമ്മ് വോഡഫോൺ ആയിരുന്നു. അത് പിന്നെ VI ആയി. അപ്പം നമ്മൾ നോർത്തിലേക്കൊക്കെ പോയപ്പോൾ ഒരു സ്ഥലത്ത് റേഞ്ച് ഇല്ല കേട്ടോ. അപ്പോൾ എയർടെലും ജിയോയും അത്യാവശ്യം റേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞാണ് മാറ്റിയത്. പോർട്ട് ചെയ്ത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ നോർത്തിൽ പോയപ്പോൾ ഞാൻ എയർടെലാക്കിയിട്ടാണ് പോയത്. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ. VI പോലെ തന്നെയാണ് എയർടെലും. അവിടെ വലിയ റേഞ്ചൊന്നും എനിക്ക് തോന്നിയില്ല. മാത്രമല്ല VIക്കാണെങ്കിൽ രാത്രി 12 മണി മുതൽ 6 മണി വരെ നമുക്ക് നെറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. എയർടെലിന് അങ്ങനെയൊന്നുമില്ല കേട്ടോ. രാവിലെ അങ്ങോട്ട് എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടാൽ ഉടനെ തന്നെ ആ നെറ്റ് അങ്ങ് തീരും. അതുകൊണ്ട് ഞാനങ്ങ് VIയിലേക്ക് പോർട്ട് ചെയ്ത് വീണ്ടും. നമുക്കിപ്പോൾ വീട്ടിൽ വൈഫൈ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. നമുക്ക് എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ ഈ നെറ്റ് ഉപയോഗിക്കുമ്പോൾ വലിയൊരു പ്രശ്നമായിരുന്നു എയർടെൽ. അതുകൊണ്ടാണ് ഞാൻ മാറ്റി വോഡഫോൺ ആയത്. ഇപ്പോൾ വോഡഫോൺ ആയാലും VI ആയാലും എയർടെൽ ആയാലും ജിയോ ആയാലും റേഞ്ചൊക്കെ എല്ലായിടത്തും കണക്ക് തന്നെ കേട്ടോ. അതുകൊണ്ട് പിന്നെ വലിയ ഇതൊന്നുമില്ല. അപ്പോൾ ഞാൻ കരുതി എന്തായാലും 12 മണി തൊട്ട് രാവിലെ 6 മണി വരെ വൈഫൈ നെറ്റ് കിട്ടുകയാണെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ അതെങ്ങനെയും ഉപകരിച്ചാലോ എന്ന് കരുതിയാണ് പിന്നെ VIയിലേക്ക് തന്നെ വീണ്ടും മാറി കേട്ടോ. എന്നിട്ട് വീട്ടിലെല്ലാം വന്നു. വീട്ടിൽ വന്നിട്ട് വേദയ്ക്ക് പാലും പഴവും നെയ്യും കൂടി മതിയെന്ന് പറഞ്ഞിട്ട് പാൽ ഞാൻ ചൂടാക്കുകയാണ്. രസകത്തിൽ പഴം ഉണ്ടായിരുന്നു, അത് അരിഞ്ഞിട്ടിട്ട് കുറച്ച് നെയ്യും കൂടി മിക്സ് ചെയ്ത് എടുക്കുകയാണ്. പാലിൽ ഡയറക്റ്റ് നെയ്യ് ഒഴിച്ചാൽ പാൽ ചീത്തയായി പോകുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഇട്ടപ്പോൾ ഒന്നും പറ്റിയില്ല. ലേശം നെയ്യ് കൂടിപ്പോയി കേട്ടോ. വേദയ്ക്ക് അധികം നെയ്യ് കഴിക്കുമ്പോൾ തലവേദന വരാറുണ്ട്, മൈഗ്രെയിൻ്റെ ചെറിയൊരു ഇതുണ്ട് കേട്ടോ. പാല്, പഞ്ചസാര, നെയ്യ്, രസകദളി പഴം, നമ്മുടെ പഞ്ചാമൃതോ അങ്ങനെ എന്തോ പറയുമല്ലോ, അതുപോലെ ഇരിക്കും കേട്ടോ. പഞ്ചാമൃതമെന്നോ പഞ്ചരസമെന്നോ അങ്ങനെ എന്തോ പറയും കേട്ടോ. എന്തായാലും നല്ല സ്വാദാണ് അത് കഴിക്കാനായിട്ട്. വേദയ്ക്ക് എന്ത് കൊടുത്താലും പിന്നെ വേദയുടെ മുഖം ഇങ്ങനെയാണ്. ചിക്കൻ കൊടുത്താൽ മാത്രമേ വേദയുടെ മുഖം സന്തോഷത്തോടെ ഇരിക്കത്തുള്ളൂ. അങ്ങനെ അത് കഴിക്കുകയാണ്. പക്ഷെ സംഭവം ആൾക്ക് ഇഷ്ടമായി. ആദ്യമേ മുഖം കൊള്ളില്ല എന്ന് കാണിച്ചത് കൊണ്ട് പിന്നെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് കരുതി. മധുരം കുറവെന്ന് പറഞ്ഞ് വീണ്ടും കുറച്ച് പഞ്ചസാരയൊക്കെ വാരി അതിലേക്ക് ഇടുക കേട്ടോ. ഞാനിപ്പോൾ വേദയ്ക്ക് വളരെ കുറച്ചാണ് മധുരം കൊടുക്കുന്നത്. പക്ഷേ എന്നെപ്പോലെ തന്നെ വേദയും നല്ല മധുരപ്രിയയാണ്. നന്നായിട്ട് ചായക്കൊക്കെ വല്ലപ്പോഴും അവൾ ചായ കുടിക്കത്തുള്ളൂ. ചായക്കൊക്കെ ഇട്ടാൽ നല്ലതായിട്ട് മധുരം വേണം. ജ്യൂസ് ആയാലും എന്ത് കഴിച്ചാലും അവൾക്ക് നല്ല മധുരം വേണം. അങ്ങനെ മധുരം ഇടുക കേട്ടോ. ഇനി പിന്നെ രാത്രി എന്താണ് പരിപാടി? അടുത്തത് പുട്ട വയ്ക്കുക, മീൻകറി ചൂടാക്കുക, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സ്ഥിരം ജോലി. എനിക്കാണെങ്കിൽ അങ്ങ് ദാഹിച്ചിട്ട് പാടില്ല. അങ്ങനെ നമ്മുടെ ലൈം ജ്യൂസ് നമ്മളെടുത്ത് വെച്ചിരിക്കുകയല്ലോ, അതുകൊണ്ട് എളുപ്പമുണ്ട്. കുറച്ചങ്ങോട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് ഷുഗറും ഇട്ട് അങ്ങോട്ട് ഐസ് ക്യൂബും ഇട്ട് കലക്കി കുടിച്ചാൽ നല്ലൊരു ആശ്വാസം കിട്ടും കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ലൈം ജ്യൂസ് ഉപ്പിട്ട് കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ കീറ്റോ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ 1 ലിറ്ററോളം ലൈം ജ്യൂസ് ഉപ്പിട്ട് കുടിക്കണമെന്നുള്ളൊരു നിർബന്ധമായിട്ടുള്ള ഒരു റൂളുണ്ട് കേട്ടോ. അങ്ങനെ എന്നും കുടിക്കുമായിരുന്നു. അതൊരു കണ്ടിന്യൂസ് 1 മന്ത് കുടിച്ചപ്പോൾ പിന്നെ എനിക്ക് ഈ ലൈം ജ്യൂസ് ഉപ്പിട്ട് കുടിക്കുന്നത് ഇഷ്ടമേ ഇല്ല. എനിക്കത് കാണുമ്പോഴേ ദേഷ്യം വരും കേട്ടോ. അതുകൊണ്ട് ഇപ്പം മധുരം ഇട്ടാണ് കുടിക്കുന്നത്. ഡയറക്റ്റ് ഷുഗർ ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ മോങ് ഫ്രൂട്ട് സ്വീറ്റ്നറാണ് ആഡ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ഞാൻ ഇടയ്ക്ക് ഒരു ചായയൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും കംപ്ലീറ്റ് ഷുഗർ കട്ടെന്ന് പറയാൻ പറ്റില്ല. ചായ കുടിക്കാനൊക്കെ തോന്നുമ്പോൾ ചായയൊക്കെ കുടിക്കാറുണ്ട്. കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ട് ആ നാരങ്ങ വെള്ളം കുടിച്ചപ്പോൾ എന്തോ ഒരു ആശ്വാസം എന്നറിയാവോ.
ഇത് നമ്മുടെ കോക്കനട്ട് ഓപ്പണറാണ്. അത് വർക്ക് ആവുന്നോന്ന് അറിയാൻ വേണ്ടി ഇന്നൊരു തേങ്ങയില്ലല്ലോ, കരിക്കെല്ലാം വാങ്ങിച്ച് ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ വർക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിട്ട് ഒന്ന് ജസ്റ്റ് കലക്കിയെടുത്ത്, ഇനി സ്പൂൺ വീണ്ടും കഴുകണ്ടേ, അതുകൊണ്ട് അതിട്ട് കലക്കിയെടുത്ത് ഒന്ന് കുടിച്ചപ്പോൾ നല്ല ആശ്വാസം കിട്ടി. ആദ്യം ഐസ് ക്യൂബ് ഇട്ടില്ല, വീണ്ടും ഐസ് ക്യൂബ് രണ്ടാമതാണ് ഇട്ടത്. ഐസ് ക്യൂബ് ഇട്ടേ കുടിക്കുള്ളൂ, ജസ്റ്റ് കാണിക്കണോണ്ട്, നിങ്ങളെ കാണിക്കണോണ്ട് ഐസ് ക്യൂബ് ഇടാണ്ട് ആദ്യം കുടിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ ഐസ് ക്യൂബ് ഇട്ട് 2 സിപ്പ് എടുത്തപ്പോൾ തന്നെ എന്തൊരാശ്വാസം എന്ന് പറയുക. ദാഹം അന്നത്തേക്കുള്ള എല്ലാ ദാഹവും മാറി കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ.